നമസ്കാരം. മഴ തോരും മുൻപ് എൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മഴ തോരും മുമ്പേ എന്ന് പറഞ്ഞ സീരിയൽ വളരെയധികം നല്ല ഇൻട്രസ്റ്റിങ്ങിലൂടെ പോവുകയാണ്. കുറച്ച് 2-3 ദിവസമായിട്ട് ഒരു രസമില്ലാത്ത വളരെയധികം കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ സസ്പെൻസിൻ്റെ കാര്യങ്ങളെല്ലാം പൊളിച്ച് നല്ല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ഒന്നും നിന്നല്ല, നമ്മുടെ ആ കൂട്ടുകാരി അവർ വൈജയന്തി വിളിക്കുന്നു. വൈജയന്തി കാറിൽ പോകുമ്പോൾ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ, കണ്ടായിരുന്നു? ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ കേട്ടില്ല. ഓ അത് ശരി, അമ്മയും കൂടി ഉണ്ടായിരുന്നല്ലേ? അതെ, അമ്മയും കൂടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഓ അത് ശരി, ഓക്കെ, ഞാൻ കണ്ടായിരുന്നു, വിളിച്ചായിരുന്നു കേട്ടില്ല. ഓക്കെ, എവിടെ പോയതാ അവിടെ പോയതെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെയും കണ്ടായിരുന്നു, മറ്റേ പിന്നെ ഹസ്ബൻഡിനെ ബാലേന്ദ്രനെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബാലേന്ദ്രനെ കണ്ടായിരുന്നു. എവിടെ വെച്ച് കണ്ടായിരുന്നു? ഓ വഴി വെച്ച് കണ്ടായിരിക്കുമല്ലേ? വഴിയിൽ വെച്ചല്ല, ഷോപ്പിൽ വെച്ചോ? ഓ ഷോപ്പിൽ, ജൂവലറി വെച്ചായിരിക്കും അല്ലേ? അല്ല, ജൂവലറി ഷോപ്പല്ല, മഹാദേവ് ഹോട്ടലിൽ വെച്ചാണ് കണ്ടതെന്ന് പറഞ്ഞു. ഓ മഹാദേവ് ഹോട്ടൽ, ചോറിനാൻ പോയായിരിക്കും. അവന് കൂടെ ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു, ഒരു പെണ്ണും ഉണ്ടായിരുന്നു. നമ്മുടെ വൈജയന്തിയുടെ അതേ ഷേപ്പുള്ള ഒരു പെൺകുട്ടിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഷേപ്പുള്ള പെൺകുട്ടി, അതൊരു സുന്ദരി കൊച്ച്. ബബിതയോ വല്ലതായിരിക്കും. അല്ല, അവരെ കണ്ടാൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഇത് നല്ലൊരു സുന്ദരി പെൺകൊച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് സംശയം ഉണ്ടായി. വൈജയന്തി തപ്പുറത്ത് പറഞ്ഞു, എന്നാൽ ഇതൊക്കെ ആയിരിക്കും. എന്നാൽ ശരി, അവരെന്നെ എടുക്കുമായിരുന്നു. അവർ ചോറുണ്ടായിരുന്നു, അവരെവിടെ ഒന്നിച്ചിരുന്നു. ഒന്നിച്ചിരുന്നു ഒരു സീറ്റിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് ഒന്നിച്ചിരുന്ന് ചോറുണ്ണുമായിരുന്നു. ഓ അത് ശരി, പക്ഷെ എന്നെ അപ്പോൾ ബാലേന്ദ്രനെ കണ്ടില്ല. ഞാൻ കണ്ടു, പക്ഷെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഓ കണ്ടു കാണത്തില്ലായിരിക്കും എന്ന് കൂട്ടുകാരായിട്ട് പറഞ്ഞു. വൈകി പറഞ്ഞു, ഇല്ല കണ്ടു, നന്നായിട്ട് കണ്ടു, എന്നെ കണ്ടു. പക്ഷേ ആ പെണ്ണിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്തു. നമ്മുടെ ആ കൂട്ടുകാരി. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യവും ഭയങ്കര ഇതും വന്നു. വൈജയന്തി കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ട് പിന്നെ അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ വൈജയന്തി ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ എത്ര സമയം നിന്നെ ഞാൻ വിളിക്കുന്നു, കുറേ നേരം വിളിക്കുന്നു, ഫോൺ എടുക്കാത്ത എന്താ? ഇപ്പോൾ ഫോൺ എടുത്ത് പിന്നെ എന്താണെന്ന് ചോദിച്ചു. എത്ര സമയം നീ എവിടെ നിന്ന് പോയി പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ബാലേന്ദ്രനെ പേടിയും ചോദിച്ചു. ഞാനവിടെ ജോലിയറിയില്ല, അല്ല തന്നെ. അപ്പോൾ ബാലേന്ദ്രൻ വേറെ ഒന്നും പോയില്ലെന്ന് ചോദിച്ചു. ഞാനവിടെ ഞാനൊന്നും പോയില്ലെന്ന് പറഞ്ഞു. മഹാദേവ് ഹോട്ടലിൽ പോയാനോ? പോയായിരുന്നു. കൂടെ ആരുണ്ടായിരുന്നു ചോദിച്ചു. കൂടെ അലീന ഉണ്ടായിരുന്നു ചോദിച്ചു. അലീന? അവളെന്തിനാ വന്നെന്ന് ചോദിച്ചു. അവളെ അവിടെ എറണാകുളത്തുനിന്ന് ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് അവിടുന്ന് ചോറ് മേടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അവൾക്കെന്തിനാ ചോറ് മേടിച്ച? പൈസ കൊടുത്താൽ പോരായിരുന്നു. എന്തോ അവളവിടെ വിഷമിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ചോറ് മേടിച്ച് കൊടുത്തു. എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകണേ, അത്ര വിഷം പറഞ്ഞിരിക്കുന്ന പെങ്കൊച്ചല്ലേ, ചിലപ്പോൾ ചോറ് മേടിച്ചു കൊടുത്താൽ പിന്നെന്താന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അവൾക്ക് കാറിലാണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടു. അതിനെന്തുവാന്ന് ചോദിച്ചു. ഞാനെല്ലാവരെയും ബബിതീനെയും ബന്ധുക്കാരെയും എല്ലാം കൊണ്ടുപോകാറില്ല, ഇതിപ്പോൾ എന്താന്ന് ചോദിച്ചു. അതുപോലെ അവിടെ വേലക്കാരി കൊണ്ടുവന്ന് ചോദിച്ചു. പിന്നെ വേലക്കാരി കൊണ്ടുപോയിട്ട് കുഴപ്പമെന്ന് ചോദിച്ചു. വേലക്കാരെയാണ് നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വഷളാക്കല്ലേ വൈജി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വഷളാക്കല്ല, ഇതൊന്നും അത്ര ശരിയല്ല വൈജയന്തി, അല്ല ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ കാണുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന അലീന കണ്ട്. അപ്പോൾ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങ് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യ, കാലം എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇട്ട് സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈജയന്തി വരുന്നു. ഭയങ്കരമായി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. നീ ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചിട്ട് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. ഒന്നിച്ച് ചോദിച്ചു. നീ എന്ത് തോന്നിയോസടി ചോദിക്കുന്നത് ചോദിക്കാൻ വരുവാണ്. അതവൾ പറയട്ടെ എന്ന് പറഞ്ഞു. ചോദിക്കേണ്ട ഇത് ചോദിച്ചു നീ പോകേണ്ടത്. ഞാൻ കൊണ്ടുപോയില്ല, എന്നെ വിളിച്ചുകൊണ്ട് വന്നു. വിഷന്ന് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ വിളിച്ചു വിട്ടു, എന്നിട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വൈജയന്തി
എനിക്ക് ഭയങ്കരമായിട്ട് ചൂടായി ഭയങ്കര തെറ്റായ രീതിയിലൊക്കെ സംസാരിക്കും. ബാലേന്ദ്രൻ നല്ല എന്ന് പറഞ്ഞു ആണ് ബാലേന്ദ്രൻ അച്ഛൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നിച്ചായിരുന്നു പോയത്. ഒരച്ഛൻ്റെ കൂടുതൽ കെയറിങ് കിട്ടുന്ന അതേ രീതിയിൽ എനിക്ക് പോകാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വൈജയന്തിയൊന്നും മിണ്ടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും വൈജയന്തി അകത്തേക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ വേറെ ഏതാണ്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ആ ഒരു സംഭാഷണം അവിടെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ ദേഷ്യത്തിലേക്കൊക്കെ വരികയാണ്. അകത്തേക്ക് വന്നിട്ട് എന്താ ഇപ്പോൾ വന്നേ ചോദിച്ചു വൈജയന്തി. നിനക്ക് എന്നെ കുറേ സംശയം ഉണ്ടായിരുന്നില്ലേ, ആ സംശയം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് സംശയം എന്താ അതിൻ്റെ ഫോണിലുണ്ടായിരുന്നല്ലോ, അത് തീർത്തിട്ട് നിനക്ക് എന്നെ മറ്റേ അവീതോ മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അടിയെ ഞാൻ കൊണ്ടുവന്നിട്ട് തെറ്റായിപ്പോയെന്ന് പറഞ്ഞു, അത് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഇപ്പം തീർത്തിട്ട് പോയേക്കെന്ന് പറഞ്ഞു. ഞാനൊരു പെങ്കൊച്ചിന് ഭക്ഷണം മേടിച്ച് കൊടുത്താണ് ഇത് തെറ്റെന്ന് വെച്ചാൽ വീട്ടിൽ വേലക്കാരിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ മനസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സംസാരങ്ങളും കുറേ കാര്യങ്ങൾ. എന്നാൽ അലീന അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് പറഞ്ഞു അലീനയുടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്താന്ന് വെച്ചില്ല. ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അലീന പറഞ്ഞില്ല. അലീന വിളിക്കുമ്പോൾ കൺഫ്യൂഷൻ. അലീന വന്ന് ഗിഫ്റ്റിൽ നിന്നത് മാമച്ചൻ മേടിച്ചു തന്നെന്ന് പറഞ്ഞു. മാമച്ചൻ ഏത് മാമച്ചനുണ്ട്, രേവതിക്കുട്ടിയുടെ മാമച്ചനെന്ന് പറഞ്ഞു. അത് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു മാമച്ചനായിട്ട് ബന്ധമുണ്ടല്ലോ അതെന്ന് പറഞ്ഞു. ഇത്രയും 16,000 രൂപ സാധനം നിനക്ക് അത്ര സാലറി ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നീ ഗിഫ്റ്റാണ് മേടിച്ചത്, ഇത്രയും വില കൊടുത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പുറമെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കില്ല, അകത്ത് കൊടുക്കുന്ന ഗിഫ്റ്റ്. അകത്ത് തരുന്ന ഗിഫ്റ്റ് അത്ര സുഖമുള്ള ഗിഫ്റ്റൊന്നും അല്ല മോളെന്ന്. അതായത് അവർ തമ്മിലുള്ള തെറ്റായ രീതിയിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്, വൈജയന്തി സംസാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വന്ന് അലീന പറഞ്ഞു ഇത്രയും ഇതിനുള്ള പറയാനുള്ള പറഞ്ഞു, എനിക്കും പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അലീനയോട് മിണ്ടി ചൂടായി അലീന തിരിച്ചു നിന്നിട്ട് ചോദിക്കാണ്. അപ്പോൾ പിന്നീടുള്ള പ്രൊമോയിൽ കാണാം, അവിടെ എപ്പിസോഡ് തീറ്റുണ്ട്. പോകുന്ന പ്രൊമോയിൽ കാണിക്കുന്ന വേറൊന്നുമല്ല, വൈജയന്തി ബാലേന്ദ്രൻ മറ്റവൾ അത് പിന്നെ പറയാം, അടുത്ത ദിവസം പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ബൈ.